അവസാനം റസൂലുള്ളാഹിയുടെ ചാരത്ത് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ആരാ? ഉമർ തങ്ങളുടെ ജീവിതം എങ്ങനാ? ഉമർ തങ്ങളുടെ കഥ എങ്ങനാ? ഉമർ തങ്ങളുടെ വഫാത്ത് എങ്ങനാ? ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എങ്ങനാ? ചില ആളുകളൊക്കെ പറയുന്ന ഒരു ചോദ്യ, ഉസ്താദേ ഞങ്ങൾ തെറ്റുകൾ ചെയ്തു പോയി ഉസ്താദേ, അല്ലാഹ് പൊറുക്കൂ. ഉസ്താദേ ഞങ്ങൾ തിന്മകൾ ചെയ്തു പോയി ഉസ്താദേ, അല്ലാഹ് പൊറുക്കൂ. ഉസ്താദേ ഞങ്ങൾ ഒരുപാട് അപരാധങ്ങൾ ചെയ്തു പോയി ഉസ്താദേ, അല്ലാഹു പൊറുക്കുമോ എന്ന് ചോദിക്കുന്നവരോട് പറയാ, ഉമർ തങ്ങളുടെ ജീവിതം എങ്ങനായിരുന്നു? ഉമർ തങ്ങളുടെ ജീവിതം എങ്ങനായിരുന്നു? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ, ഇസ്ലാമിന്റെ ആദർശമായി കടന്നു വരികയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ആദർശമുണ്ടല്ലോ കൊണ്ടുവരികയാ. ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ, ഒരുപാട് പേര് മുസ്ലിം ആകുകയാ, ഒരുപാട് പേര് മുസ്ലിമിലേക്ക് കടന്നു വരികയാ. എന്നാ ഖത്താബിന്റെ മകനാകുന്ന ഉമർ ഉണ്ടല്ലോ, പടച്ചവനെ മക്കയുടെ തിരുവോരത്തിലേക്ക് കടന്നു വന്ന് കണ്ണ് പറയുകയാ, ഇല്ല ഇല്ല ഉമർ ഉണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു വരൂല. എല്ലാവരും അതാ പേടിച്ചു കൊണ്ട് വിറങ്ങലിച്ചു കൊണ്ട് നിൽക്കുമ്പോ ഹംസതങ്ങളുണ്ടല്ലോ ഇസ്ലാമിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. സുബ്ഹാനല്ലാഹ്, ഹംസതങ്ങൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ ആളുകൾ കടന്നു വന്നുകൊണ്ട് ഉമർ തങ്ങളോട് പറയുകയാ, ഹംസതങ്ങൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്നല്ലോ, ഉമറെ നീ മാത്രമാണോ മാറി നിൽക്കുന്നത്? നഊദു ബില്ലാഹ് മഅദല്ലാഹ്. ഉമർ തങ്ങൾ ഊരി പിടിച്ച വാളെടുത്തുകൊണ്ട് പറയുകയാ, ആരെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ, ആരെല്ലാം മുസ്ലിമായാൽ, ആരെല്ലാം മുഹമ്മദിന്റെ കൈ പിടിച്ചാൽ ഈ ഉമറുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു പോകൂല എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ ഒരാളിങ്ങനെ ഓടി വരികയാ, ഉമർ തങ്ങളോട് പറയുകയാ, ഉമർ തങ്ങളേ പെങ്ങളാകുന്ന ഫാത്തിമയുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു പോയല്ലോ, മുസ്ലിമായല്ലോ. ഉമർ തങ്ങൾ പറയുകയാ, നീ പറയുന്നത് സത്യമാണോ? നീ പറയുന്നത് നേരാണോ? നീ പറയുന്നത് കളവാണോ? നീ പറയുന്നത് സത്യമാണോ എന്നെ പ്രിയമുള്ളവരെ ഉമർ തങ്ങൾ പറയുമ്പോ അദ്ദേഹം എന്നെ പ്രിയമുള്ളവരെ പേടിച്ചുകൊണ്ട് പറയുകയാ, സത്യമാണ് ഉമർ, ഞാൻ പറയുന്നത് സത്യമാണ് ഉമർ. ഉമർ തങ്ങളതാ ഊരി പിടിച്ച കടാറ് എന്നെ പ്രിയമുള്ളവരെ എടുക്കുകയാ, ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ, പെങ്ങളാകുന്ന ഫാത്തിമയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. നഊദു ബില്ലാഹ് സുബ്ഹാനല്ലാഹ്. ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുമ്പോ, ഉമർ തങ്ങൾ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോ പെങ്ങളാകുന്ന ഫാത്തിമയുണ്ടല്ലോ പടച്ചവനെ ഖുർആൻ എടുക്കുകയാ, ഖുർആൻ ഇങ്ങനെ ഓതുകയാ. ഉമർ തങ്ങൾ കേൾക്കുമ്പോ ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ പടച്ചവനെ സൂറത്ത് ഓതുകയാ. ഏതാണ് ഓതുന്നതെന്നറിയോ? ത്വാഹ 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 മാ അൻസൽനാ അലൈക്കൽ ഖുർആൻ ലിതശ്ഖാ എന്ന് പറയുന്ന ഖുർആനിന്റെ ആയത്തുകളുണ്ടല്ലോ ഓതുകയാ. വാതിലിങ്ങനെ പടച്ചവനെ ചവിട്ടി പൊളിക്കുകയാ, വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമയതാ പേടിക്കുകയാ, ഫാത്തിമയോട് ചോദിക്കുകയാ, ഫാത്തിമ ഇസ്ലാമിലേക്ക് കടന്നു പോയോ? ഫാത്തിമയതാ ധൈര്യത്തോടു കൂടി പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഉമറേ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു പോയല്ലോ, ഞാൻ മുഹമ്മദിന്റെ മതത്തിലേക്ക് കടന്നു പോയല്ലോ എന്നതാ പറയുകയാ. ഇത് കേൾക്കുന്ന ഉമർ തങ്ങളോ പടച്ചവനെ ഫാത്തിമയെ അടിക്കുകയാ, ഫാത്തിമയെ ഇടിക്കുകയാ, ഫാത്തിമയെ തൊഴിക്കുകയാ, ഫാത്തിമയെ ചവിട്ടുകയാ. ഫാത്തിമയതാ താഴത്തേക്ക് വീഴുകയാ.
ഫാത്തിമ യഥാ വേദന കൊണ്ട് പൊളയുകയാ, ഫാത്തിമ കരയുകയാ, ഫാത്തിമ യഥാ വേദനിക്കുകയാ. ഫാത്തിമ കരയുമ്പോ ഉമർ തങ്ങളുടെ മനസ്സിലേക്കുണ്ടല്ലോ ഒരു ഈമാനുണ്ടല്ലോ കടന്നു വരികയാ. പടച്ചവനെ, ഉമർ തങ്ങളുണ്ടല്ലോ, ഉമർ തങ്ങളോ ഫാത്തിമയോട് ചോദിക്കുകയാ, നീ ഓതിയ ഖുർആനൊന്ന് കയ്യിലേക്ക് തരുമോ, നീ ഒന്ന് ഓതി തരുമോ? ഉമർ തങ്ങൾ ഫാത്തിമയോട് പറയുമ്പോ ഫാത്തിമ യഥാ ഉമർ തങ്ങളോട് പറയുകയാ, ഇല്ല ഉമറേ, ഇല്ല തരൂല ഉമറേ, നീ ശുദ്ധിയാകാതെ തരൂല ഉമറേ, നീ പിടിച്ചിരിക്കുന്ന ഖുർആനുണ്ടല്ലോ, നീ ശുദ്ധിയാകാതെ തരൂല ഉമറേ എന്ന് ഉമർ തങ്ങളോട് പറയുമ്പോ ഉമർ തങ്ങളതോ കിണറിന്റെ ചവിട്ടിലേക്ക് കടന്നു ചെല്ലുകയാ, കിണറിൽ നിന്ന് വെള്ളമെടുക്കുകയാ, തലയിലേക്ക് ഒഴിക്കുകയാ. ഉമർ തങ്ങളതാ ഫാത്തിമ ബീവിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ഫാത്തിമ ബീവിയോട് പറയുകയാ, ഫാത്തിമ ശുദ്ധിയായി ഫാത്തിമ, എനിക്ക് ആ ഖുർആനും ഓതി തരുമോ? ഫാത്തിമ ബീവി എന്നെ പ്രിയമുള്ളവര് ഖുർആൻ എടുക്കുകയാ. നഊദു ബില്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീവി ആ ഖുർആൻ ഓതുമ്പോ ഉമർ തങ്ങൾ കരയുകയാ, ഉമർ തങ്ങൾ വേദനിക്കുകയാ, ഉമർ തങ്ങൾ പൊട്ടിക്കരയുകയാ. ഉമർ തങ്ങൾ ഫാത്തിമയോട് ചോദിക്കുകയാ, എവിടെ റസൂലുള്ള, എവിടെ, എവിടെ നബി തങ്ങൾ, എവിടെ, എവിടെ ഹബീബ്, എവിടെ, എവിടെ പ്രവാചകൻ, എവിടെ എന്നെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ ഫാത്തിമ ബീവി പറയുകയാ, ഇന്ന സ്ഥലത്ത് പ്രവാചകനുണ്ട്, ഇന്ന സ്ഥലത്ത് നബി തങ്ങളുണ്ട്. ഉമർ തങ്ങളതാ ഊരിപ്പിടിച്ച കടാര എന്നെ പ്രിയമുള്ളവരെ എടുക്കുകയാ, കുതിരപ്പുറത്തേക്ക് കയറുകയാ. ഇലാ ഹളറത്തു റസൂലില്ലാഹ്, നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. സഹാബത്തോടി വരികയാ, നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഉമർ വരുന്നുണ്ട് നബിയേ. ഊരിപ്പിടിച്ച കടാര എടുത്തുകൊണ്ട് വരുന്നുണ്ട് നബിയേ, ഉമർ വരുന്നുണ്ട് നബിയേ. ഓടണം നബിയേ, ഒളിക്കണം നബിയേ. അങ്ങയെ കൊല്ലാനായിട്ട്, അങ്ങയുടെ തലയെടുക്കാനായിട്ട് ഉമർ വരുന്നുണ്ട് നബിയേ. അങ്ങൊളിക്കണം നബിയേ, അങ്ങോടണം നബിയേ, അങ്ങൊളിക്കണമെന്ന് പറയുമ്പോ നബി തങ്ങൾ ചിരിക്കുകയാ. ഹംസ തങ്ങൾ വീടിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് ഹംസ തങ്ങൾ പറയുകയാ, ആരല്ല ഈ നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നാൽ, നല്ല രീതിയിൽ വന്നാ അവർക്ക് തിരിച്ചു പോകാം. റസൂലുള്ളാഹിയുടെ തലയെടുക്കാൻ കടന്നു വന്നാൽ, ഹബീബിന്റെ തലയെടുക്കാൻ കടന്നു വന്നാൽ, ഹബീബിനെ കൊല്ലാൻ കടന്നു വന്നാൽ അവന്റെ തലയുണ്ടല്ലോ ഈ ഉമറതാ അറുക്കുന്നതാ. ഉമർ തങ്ങൾ കടന്നു വരികയാ, ഹംസ തങ്ങൾ തടയുകയാ. ഹംസ തങ്ങളോട് നബി തങ്ങൾ പറയുകയാ, കേറി വാ ഉമറേ, കടത്തിവിട് ഹംസ, എന്റെ ചാരത്തേക്ക് ഉമറേ, നീ ഇങ്ങനെ കടന്നു വാ ഉമറേ. ഉമർ തങ്ങൾ കടന്നു വരികയാ. സഹാബത്ത് പേടിക്കുകയാ, സഹാബത്ത് വിറങ്ങലിക്കുകയോ, സഹാബത്ത് ഇങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുമ്പോ ഉമർ തങ്ങൾ കടന്നു വരികയാ. നബി തങ്ങളുടെ ചാരത്ത് നിൽക്കുകയാ. ഊരിപ്പിടിച്ച കടാരയതാ ആകാശലോകത്തേക്ക് പടച്ചവരെ വലിച്ചെറിയുകയാ. ഉമർ തങ്ങൾ നബി തങ്ങളുടെ കൈ പിടിക്കുകയാ. നബി തങ്ങളോട് പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ നബിയേ, ഉമർ നിന്നെ കള്ള് വേണ്ട നബിയേ, ഉമർ നിന്നെ പെണ്ണ് വേണ്ട നബിയേ, ഉമർ നിന്നെ ഹറാമ് വേണ്ട നബിയേ, എനിക്ക് അങ്ങ് മതി നബിയേ, എനിക്ക് അള്ള മതി നബിയേ, എനിക്ക് റസൂല് മതി നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ തങ്ങള് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഉമർ തങ്ങളാരാ? ഇസ്ലാമിന്റെ ഖലീഫയല്ലേ. ഉമർ തങ്ങളെ കിടക്കുന്നത് എവിടാ? മദീനത്ത് പോയവരെ, മദീനത്ത് പോയവരെ, ഉമർ തങ്ങൾ കിടക്കുന്നത് എവിടോ? റസൂലുള്ളാഹിയുടെ ചാരത്തല്ലേ. മദീനയിൽ ചെന്നാ ബാബു സലാം എന്ന് പറയുന്നൊരു വാതിലുണ്ട്. നാദാ മദീന കാണാ തൗഫീഖ് തരണ അല്ലാ. മദീനയിലെ ബാബു സലാം എന്ന് പറയുന്നൊരു വാതിലുണ്ട്. അവിടത്തേക്ക് പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല. എന്നാ
നബി തങ്ങളോട് സലാം പറയണോ, ഹബീബിനോട് സലാം പറയണോ, റസൂലുള്ളയോട് സലാം പറയണോ? മദീന എന്ന് പറയുമ്പോ, ഹബീബ് എന്ന് പറയുമ്പോ, റസൂലുള്ള എന്ന് പറയുമ്പോ അറിയാതെ കരയുന്ന വാപ്പമാരെ, അറിയാതെ കരയുന്ന ഉമ്മമാരെ, നാദാ മദീനയിലെ ബാബുസലാം എന്ന് പറയുന്ന ഒരു വാതിലുള്ള വാപ്പാ, ആ ബാബുസലാമിലൂടെ കടന്നു ചെല്ലുമ്പോ നമ്മൾ 3 സലാമാണ് പറയാറുള്ളത്. ആദ്യത്തെ സലാം ഉണ്ടല്ലോ, അതാരോടെന്നറിയോ? അത് റസൂലുള്ളയോടാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബി തങ്ങളോട് സലാം പറയുകയാ. രണ്ടാമത്തെ സലാം ഏതാ? രണ്ടാമത്തെ സലാം ഏതാ? അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാ. മൂന്നാമത്തെ സലാം ആരോടോ? അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ്. മൂന്നാമത്തെ സലാം ഉമർ തങ്ങളോടാണെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അതാണ് തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കണേ എന്നാ അൽഹംദുലില്ലാഹ് ഈമാനോടെ മരിക്കാൻ കഴിയുന്നതാ. ഉമർ തങ്ങള് ഒരു കാലഘട്ടത്തില് തിന്മകൾ ചെയ്ത്, മോശത്തരം ചെയ്ത്, ഹറാം ചെയ്ത് ഉമർ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതം കൊണ്ടുപോയി. അവസാനം നബി തങ്ങളുടെ കൈപിടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഇസ്ലാമിന്റെ ഖലീഫയായി വിട പറഞ്ഞ് എന്ന് ഉമർ തങ്ങൾ കിടക്കുന്നത് നബി തങ്ങളുടെയും അബൂബക്കർ തങ്ങളുടെയും ചാരത്ത. അതാണ് ഈമാൻ എന്ന് പറയണേ. അല്ലാഹുവേ നീ നിലനിർത്തണേ റഹ്മാനെ, കബൂലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞാൻ ചോദിക്കട്ടെ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവസാനം നന്നാക്കണം, അല്ലെ? അവസാനം നന്നാക്കാൻ കഴിയണം. അവസാനം നന്നായിട്ടില്ലെങ്കിൽ അതിന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത പ്രയാസ, അത് വല്ലാത്ത പ്രതിസന്ധി. അല്ലാഹുവേ ഞങ്ങളുടെ അവസാനം നന്നാക്കണേ റഹ്മാനെ, ഈമാൻ നൽകണേ റഹ്മാനെ.